ചില സ്ഥലപ്പേരുകൾ അങ്ങനെയാണ്. അത് ബ്രാൻഡായി മാറുന്നത് ചില ഉൽപ്പന്നങ്ങളോട് കൂടിയായിരിക്കും അല്ലെ. അത്തരത്തിൽ മറയൂർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ശർക്കര, അതെ. രണ്ടാമത്തെ കാര്യം ചന്ദനം. ഇത് രണ്ടും കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ മറയൂർ എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ സമൃദ്ധമായിട്ടുള്ള ഒരു കരിമ്പിൻ തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഈ മറയൂരിനെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിൽ മാത്രമല്ല, ചരിത്രം എടുത്തു നോക്കിയാലും കുറേയേറെ പ്രാധാന്യമുള്ള സ്ഥലം കൂടി തന്നെയാണ്. കാരണം ഏകദേശം 18ാം നൂറ്റാണ്ടിലെ തിരുമൽ നായ്ക്കർ എന്ന മധുര രാജാവിനെ ടിപ്പു ആക്രമിച്ചതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്ന് കുറെ പേര് ഇങ്ങോട്ട് കുടിയേറി പാർത്തിരുന്നു. ഏകദേശം ഒരു 5 ഗ്രാമങ്ങളിലായിട്ട്. അതിൽ പെടുന്നതാണ് കാന്തല്ലൂരാണെങ്കിലും കീഴൂരാണെന്നുണ്ടെങ്കിലും മറയൂരാണെങ്കിലും. ഇവിടെയുള്ള ജനങ്ങളാണെങ്കിലും കൂടുതൽ തമിഴ് കലർന്ന മലയാളമാണ് സംസാരിക്കുന്നത്. ഓൾമോസ്റ്റ് തമിഴ് തന്നെ നമുക്ക് പറയാം. അവരെ വ്യത്യസ്തമായിട്ടുള്ള അവരുടെ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ വേർതിരിച്ചിരിക്കുന്നു. അത്തരത്തിൽ മറയൂർ പിന്നീട് പ്രസിദ്ധമായത് ഇത്തരത്തിൽ മറയൂർ ശർക്കരയിലും ചന്ദനത്തിലുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഇന്ന് മറയൂർ ശർക്കര വിശേഷങ്ങളിലൂടെയാണ് എപ്പിസോഡ് തുടങ്ങി വെക്കുന്നത്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തെക്ക് വടക്കിന്റെ ഇന്നത്തെ മറയൂർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. സൂപ്പർ. നമ്മൾ സാധാരണ രീതിയിൽ ഉത്സവങ്ങളൊക്കെയാണ് കാണുന്നത്. പക്ഷെ കുറച്ചുകൂടി കറുത്തൊട്ടിരിക്കുന്നതായിരിക്കും. നേരിട്ട് തോട്ടം പൊട്ടിച്ച് കഴിക്കുന്നത് ഫസ്റ്റ് ടൈം ആണ്. പക്ഷെ എന്തായാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മറയൂരിൽ വന്നു കഴിഞ്ഞാൽ ഈ കരിമ്പിൽ നിൽക്കുന്നല്ല, ഈ കരിമ്പിൽ നിന്ന് വന്ന ശർക്കരയിലാണ്, അവിടെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമ്മൾ എന്തായാലും ആ ശർക്കരയുടെ കഥ തേടിയിട്ടാണ് പോകുന്നത്. സോ മറയൂർ ഗ്രാൻഡ് സ്പൈസിലാണ് പോകുന്നത്. അവരുടെ തന്നെ തോട്ടമാണ് ഇത്. ഇവിടുത്തെ കരിമ്പാണ് നമ്മൾ അവിടെ നിന്ന് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ശർക്കരയാക്കി മാറ്റുന്നത്. അതൊക്കെ വഴിയെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഓക്കെ. ഹലോ, നമസ്കാരം. നമസ്കാരം. തീർച്ചയായിട്ടും തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു മറയൂർ എന്നൊരു സ്ഥലപ്പേരിനെ എത്രത്തോളം ബ്രാൻഡാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് മറയൂർ ശർക്കര എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും മറയൂരിൽ ശർക്കര വ്യാപാരത്തിൽ 50 വർഷത്തിലേറെയായിട്ട് സമ്പന്നമായിട്ടുള്ള വ്യവസായ അല്ലെ പാരമ്പര്യമുള്ള ഗ്രാൻഡ് അല്ലെ സ്പൈസിന്റെ മറയൂർ ഗ്രാൻഡ് സ്പൈസിന്റെ സാരഥി കൂടിയാണ്. സോ നമസ്കാരം. പേര് പറഞ്ഞു തുടങ്ങാം. ആദ്യം പരിചയപ്പെട്ടു. സിജു സ്ഥലം. ഓക്കെ. ചേട്ടൻ എവിടെയാണ്? സ്വന്തം സ്ഥലം എവിടെയാണ്? സ്വന്തം നാട് കോട്ടയമാണ്. കോട്ടയത്ത് നിന്ന് മറയൂരിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം ഇത് എങ്ങനെ എത്തിപ്പെട്ടു? ഇവിടെ കർമ്മമാട് കാലത്തെ വന്ന ഫാമിലി ബിസിനസ് ആണ്, പാരമ്പര്യമായിട്ട് അല്ലെ. ബേസിക്കലി ആയുർവേദ മരുന്നുകൾ ഉണ്ടാകുന്ന മാനുഫാക്ചേഴ്സ് ആണ് ബേസിക്കലി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടാൻ ശർക്കര നല്ല ഗുണമേന്മയുള്ള ശർക്കര ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് മറയൂർക്ക് വരുന്നത്. ഓക്കെ. അങ്ങനെയാണ് മറയൂർ വന്നിട്ടാണ് നല്ല ശർക്കര ഉണ്ടാക്കിയ അവസ്ഥയിലെ കാര്യങ്ങളൊക്കെ. മറയൂർ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം നമ്മൾ ഈ പാഠപുസ്തകങ്ങളിൽ പഠിച്ചു തുടങ്ങുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ മറയൂർ ശർക്കര എന്നുള്ളത് അല്ലെ. എന്താ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ട് എത്രത്തോളം നമ്മൾ ഇവിടുത്തെ മണ്ണ് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഓർഗാനിക് ആയിട്ട് വളമിടാത്ത മണ്ണ്, ഫെർട്ടിലൈസേഴ്സ് ഒന്നും ചേരുന്നില്ല, പ്രത്യേകം കീടനാശിനി ഒന്നും അടിക്കാത്ത പാടങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ പാടത്തു നിന്ന് കിട്ടുന്ന കരിമ്പ് ശേഖരിച്ച് വളരെ ശുദ്ധമായിട്ട് ഇവിടെ ചെയ്യുന്ന ഈ പേര് ശരിക്കും ഈ ബ്രാൻഡ് ആവുന്ന സമയത്ത് ഒരുപക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന ശർക്കര കൂടി ശരിക്കും മറയൂർ ശർക്കര എന്ന രീതിയിൽ വരാനുള്ള സാധ്യത കൂടി ശരിക്കും ഇതിനൊരു ക്യൂസി സംഭവം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇത് ചെക്ക് പോസ്റ്റ് തന്നെ ഇത് നമുക്ക് ഇവിടുത്തെ കർഷകരുടെ യൂണിയൻ ഉണ്ട്. അപ്പൊ ആ കർഷകരുടെ യൂണിയനകത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ആ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഇപ്പൊ ഇവിടെ കരിമ്പ് പുറത്തുനിന്ന് വരുന്ന കരിമ്പുകൾ ഇവിടെ ഞങ്ങൾ സ്വീകരിക്കാറില്ല. അപ്പൊ വന്നു കഴിഞ്ഞാൽ കർഷകരുടെ നേരെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പുറത്തുനിന്നുള്ള കരിമ്പ് ഒരു കാരണവശാലും ഇവിടെ വരികയില്ല. അതിന് അസോസിയേഷനോട് ബന്ധപ്പെട്ട് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ശരിക്കും ആരോഗ്യത്തിന് ഉത്തമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രകൃതി നമുക്ക് തരുന്നുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും നമുക്ക് എന്തൊരു പ്രൊഡക്റ്റ് കിട്ടുമ്പോഴും അതിന്റെ റോ മെറ്റീരിയൽസ് മുതൽ എത്രത്തോളം ഓർഗാനിക് ആണ്, എത്ര പ്യൂർ ആണെന്നുള്ള അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ്. അപ്പൊ എന്തായാലും മറയൂർ ശർക്കര എങ്ങനെ അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇനി കാണാൻ പോകേണ്ടത് അല്ലെ. അപ്പൊ ശരിക്കും അത് കാണാൻ ഒരു അവസരം കൂടിയാണ് തെക്ക് വടക്കോടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ പോയാലോ, നമുക്ക് നടന്നാലോ? ഇതാണ് നമ്മുടെ അല്ലെ. ശരിക്കും കാണുന്ന സമയത്ത് കുറെ വൈഡായിട്ട് സംഭവങ്ങൾ എടുക്കുന്നുണ്ട് അല്ലെ. ശരിക്കും നിന്ന് എവിടെ ശരിക്കും ഇപ്പൊ
ഉൽപാദനം തുടങ്ങാന്ന് പറയുമ്പോൾ ആദ്യത്തെ ഘട്ടം ശരിക്കും എന്താ വരുന്നത്? അത് ശരിക്കും കേട്ടെന്ന് പറഞ്ഞാൽ കരിമ്പ് വാഷിയാണ്. ശരിക്കും പറഞ്ഞാൽ കരിമ്പിന്റെ പ്രോസസ്സ് തന്നെ അത്രയും ശുദ്ധമായി വൃത്തിയായിട്ട് ചെയ്യേണ്ട കാര്യം. ഇവിടെ എത്ര നാളെടുത്ത കരിമ്പ് അങ്ങനെ എന്തെങ്കിലും അതുകൊണ്ട് ഒരു 10 മാസം മുമ്പ് കരിമ്പ് വെട്ടാറാവും. അപ്പൊ കരിമ്പ് നമ്മുടെ പാടത്ത് വരുമ്പോഴത്തേക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഈ കരിമ്പ് വെട്ടാറാവും. പിന്നെ 12 മാസം അതിന്റെ ലൈഫ്. 11 മാസം 2 മാസത്തിനകത്ത് വെട്ടി കരിമ്പ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഈ കരിമ്പിന് സീസൺ ഉണ്ട്, പ്രത്യേക സീസൺ. കരിമ്പ് നമുക്കിവിടെ മറയൂർ സംബന്ധിച്ച് പറഞ്ഞാൽ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തുടർച്ചയായിട്ട് എല്ലാ സമയത്തും കരിമ്പ് കിട്ടും. നമുക്ക് കാലാവസ്ഥ ഭയങ്കര പ്രാധാന്യമാണ്. നമുക്ക് ഇവിടെ ഓൾറെഡി വാഷ് ചെയ്യുന്ന അതിനൊപ്പം തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ലോഡ് വന്ന് കരിമ്പ് ഇറക്കുന്ന ഒരു ഏരിയ കൂടി കാണാൻ പറ്റും. അപ്പൊ അവിടെ നിന്നാണ് നേരെ ഇവിടേക്ക് ഫസ്റ്റ് ഒരു പോയിന്റിലോട്ട് എത്തുന്നത്. നമുക്ക് അങ്ങോട്ട് പോയാലോ? പക്ഷെ ഇത് കാണുമ്പോ തന്നെ ശരിക്കും ഈ സൈസുള്ള കരിമ്പ് കണ്ടിട്ടുണ്ട്. നമ്മള് സാധാരണ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന കരിമ്പിന് ഭയങ്കര തടി ഉണ്ടായിരിക്കും, അതുപോലെ കറുപ്പ് കളറിലായിരിക്കും വരുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കരിമ്പും. അത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് മറ്റുള്ള കരിമ്പ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരിമ്പുകളാണ്. അപ്പൊ ആ കരിമ്പുകൾക്ക് എന്ന് പറഞ്ഞാൽ വളം ഇടുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് സൈസ് വെക്കും. നമ്മളിത് ഒരു വളം ഇടാതെ ഇവിടെ നാച്ചുറൽ മണ്ണിൽ വിളയുന്ന സാധനം. നീരും അതിനപേക്ഷിച്ച് കുറയും. കുറയുന്നതനുസരിച്ചാണ് മറയൂർ ശർക്കരയ്ക്ക് അതുമായിട്ട് വരുമ്പോൾ വില കൂടുന്നതിന്റെ കാരണം അതാണ്. പെർസെന്റേജ് നമുക്ക് ഇവിടെ ഒരു 100 കിലോ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 8% അതിന് കിട്ടുന്ന ക്വാണ്ടിറ്റി പറയുമ്പോൾ ക്വാളിറ്റി ഭയങ്കര കൂടുന്നതല്ലേ. ഇത് കാണുന്ന സമയത്ത് നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമുക്കത് കേടുന്നതിന് മുമ്പ് വേറെ തൊലി കളയോ അല്ലെങ്കിൽ മണ്ണ് നീക്കുക അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യും. ശരിക്കും മണ്ണ് നീക്കിയിട്ടാണ് ഇവിടെ കൊണ്ട് ഇടുന്നത്. അത് വീണ്ടും ഒന്നുകൂടെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ആ മണ്ണ് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് പോകും. പൂർണ്ണമായിട്ട് പോകുമ്പോഴത്തേക്കാണ് പ്രോസസ് നമുക്ക് ആരംഭിക്കുന്നത്. അങ്ങനെ നമ്മുടെ അല്ലെ പ്രോസസ് തുടങ്ങുന്നത് ഇതിലാണ്. ഫ്രഷിംഗ് ആണ് ഫസ്റ്റ് അതിൽ സ്റ്റാർട്ട് ആകുന്നത്. ഫ്രഷിംഗ് സ്റ്റാർട്ട് ചെയ്താണ് ഫസ്റ്റ് ഇവിടെ നിന്ന് ഫ്രഷിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇവിടെ ജ്യൂസായി നേരെ ടാങ്കിലേക്ക് പോവാം. ഇതില് ജ്യൂസ് മാറും, ഇതിലേക്ക് ചെണ്ടി അതിന്റെ വേസ്റ്റ് അങ്ങോട്ട് പോകും. ജ്യൂസ് നേരെ ടാങ്കിലേക്ക് പോകും. അതാണ് അതിന്റെ പ്രോസസ്. ഇതിന്റെ വേസ്റ്റ് വേറെ എന്തെങ്കിലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിന്റെ ഫ്യൂലായിട്ട് തന്നെ കത്തിക്കാൻ വേണ്ടും. അടുപ്പിലെ ആവശ്യം ഉപയോഗിക്കുക, അത് ഉണക്കി അടുപ്പിലെ ആവശ്യത്തേക്ക് ഉപയോഗിക്കുക. സാധാരണ പരിപാടി. എന്ത് തന്നെ പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന്റെ ഉത്പാദനം കാണാൻ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവും അല്ലെ. അതിന് പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരേപോലെ കൗതുകത്തോട് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അത്തരത്തിലെ നമ്മൾ കേട്ടുകേൾവിയുള്ള മറയൂർ ശർക്കരയുടെ ഉത്പാദനം കാണാൻ നമ്മളെ പോലെ തന്നെ അതേ കൗതുകത്തോട് മത്സരത്തോടെ എക്സൈറ്റഡ് ആയിട്ട് ഒരു ഫാമിലി വന്ന് നിൽപ്പുണ്ട്. നമസ്കാരം. അപ്പോ ചേട്ടൻ തന്നെ എല്ലാവരും അങ്ങ് പരിചയപ്പെടുത്തിയാലും. ഞങ്ങള് പറവൂരിൽ നിന്നാണ് വരുന്നത്, നോർത്ത് പറവൂരിൽ നിന്നാണ്, എറണാകുളം ജില്ലയില്. അപ്പോ ഞങ്ങള് 2 വീക്കെൻഡ് ഹോളിഡേസ് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ഫാമിലി ആയിട്ടൊന്ന് ഇറങ്ങിയതാണ്. എന്റെ അച്ഛൻ, അമ്മ, വൈഫിന്റെ അച്ഛൻ, അമ്മ, ഞങ്ങൾ അങ്ങനെ ഓൾ ഫാമിലി ആയിട്ട് ഇറങ്ങിയതാണ്. ഇന്നലെ മൂന്നാറ്, വട്ടവട അവിടെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് വന്നപ്പോഴേക്കും മറയൂർ ശർക്കര എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ഒരു കാര്യമാണ്. ഭൗമസൂചികയിലൊക്കെ ഇടം പിടിച്ച ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഉണ്ടാക്കുന്നതിനെ കാണണം എന്ന് വിചാരിച്ചു രീതിയിൽ വന്നേക്കണം. ചേട്ടന്റെ പേര് മാത്രം പറഞ്ഞില്ല. എന്റെ പേര് ശ്രീകുമാർ. ചേച്ചിയുടെ പേര്? എന്റെ പേര് ജൂന. ഓക്കെ. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ എറണാകുളം ജില്ലയിലെ മൂക്കുന്നൂർ പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കാണ്. ചേച്ചി? ഞാൻ ISROയിലാണ് വർക്ക് ചെയ്യുന്നത്. സയന്റിസ്റ്റ് ആണ്. ചന്ദ്രയാൻ വിക്ഷേപിച്ചതിലൊക്കെ പങ്കുണ്ടോ? എല്ലാത്തിലും ചെറിയ രീതിയിൽ പങ്കുണ്ട്. അവർക്ക് അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് കുറെ ലിമിറ്റേഷൻസ്. എനിക്ക് തോന്നുന്നു ഇത്രയും സന്തോഷത്തോടെ ഒരുമിച്ച് കണ്ട സ്ഥിതിക്ക് എന്നെ കോഴിക്കോട്ടേക്കും പറവൂർക്കും കുറച്ച് ഗിഫ്റ്റ് നമുക്ക് കൊടുത്തയച്ചാലോ? ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടി തിരിഞ്ഞു നിന്നോളൂ, സ്വല്പം തിരിഞ്ഞു. സിംഗറിന് ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി കാലമാകാശ ഗോപുര നിഴലിൽ
കാലമാകാശ ഗോപുര നിഴലിൽ. സൂപ്പർ സൂപ്പർ അടിപൊളി. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുമിച്ച് ഈ ഒരു വൈബില് കിട്ടിയോണ്ട് തന്നെ ഐ മീൻ ഒരു ഗിഫ്റ്റ് ഞങ്ങൾ തരാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ വെറുതെ അങ്ങനെ ഞങ്ങൾ തരില്ല. ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ആ ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂര്യ കോമഡിയുടെ ഒക്കെ കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് നിങ്ങൾക്ക് തിരിച്ച് കോഴിക്കോട്ടേക്കും പറവൂർക്കും, ചേച്ചിക്ക് കോഴിക്കോട്ടേക്കും, ചേട്ടന് പറവൂർക്കും പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. ഒരു പിക്ചർ ഞാൻ കാണിക്കാം, ഒരു ഫോട്ടോ കാണിക്കാം. സോ ഇതിനകത്ത് ഒരു പാട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. ആ പാട്ട് ഏതാണെന്ന് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമ്മാനം തരുന്നതായിരിക്കും. അമ്മയ്ക്കും കൂടെ കിട്ടുന്ന രീതിയിൽ മിക്കവാറും സിനിമാ താരം കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്, ഈസി ആയിട്ട് പറയാൻ ചാൻസ് ഉണ്ട്. അതിലെന്താ കാണുന്നുള്ള ഇമാജിൻ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് സുഖമായിട്ട് പാട്ട് കിട്ടും. നോക്കി കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും കാണുന്ന പോലെ വേണമെങ്കിൽ ഒരാൾ ഫോൺ പിടിച്ചോ. അതിലെന്താ കാണുന്ന കളർ എന്താ? മൈക്കിൽ പറയും, മൈക്കിൽ സംസാരിക്കൂ. കറുപ്പ്, കറുത്ത പെണ്ണെ, എത്ര കറുപ്പ് കാണാണ്ട് ആ കറുത്താന്നുള്ള വേണമെങ്കിൽ ഒന്ന് ആവർത്തിച്ച് നോക്കി നോക്കിയാ ചിലപ്പോ കിട്ടും. കാരണം 2-3 പ്രാവശ്യം ഉണ്ടല്ലോ. കറുത്തൊരു പെണ്ണാണ്. അല്ല മൂന്ന് കറുപ്പ്. ചേട്ടന് കിട്ടി, ഓൾമോസ്റ്റ് കിട്ടിയത്. ലാലേട്ടൻ പാടിയ ഒരു പാട്ട് നോക്കി നോക്കിയാ. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, കാട്ടുമോളും മൈന പെണ്ണാണ്. പാട്ടാണ് അതിന്റെ പക്ഷെ ഭയങ്കര സന്തോഷമാണ് അവർക്ക്. അതെ, ഉറപ്പാണോ? ഉറപ്പാണ്. എന്താണ് ഉറപ്പ്? അല്ല, കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്. കണ്ണാണ് കറക്റ്റ് ആണ്. യെസ്, അപ്പൊ കൈ നിറയെ ഗിഫ്റ്റ്സ് ഉണ്ട്. ഇതെല്ലാം അവർക്ക് കൊടുക്കാനുള്ളതാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഓരോന്നായിട്ട് കൊടുക്കാം. ഓക്കെ, ആദ്യം തന്നെ 100% വസ്ത്രങ്ങൾക്കും കൈകൾക്കും സുരക്ഷിതം നൽകുന്ന സൂര്യ വാഷിംഗ് സോപ്പ്, 100% വെജിറ്റബിൾ ഓയിലിൽ നിർമ്മിച്ചത്. അടുത്ത സമ്മാനം OSCO ഫ്രൈഡ് ചിക്കൻ മസാല കിറ്റ്, വൈവിധ്യമാർന്ന രുചികൾക്ക് OSCO. നെക്സ്റ്റ് വൺ മാമിയ വെൽനസ്, ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾക്ക് മാമിയ വെൽനസ് കമ്പനി, ദ ആക്യുറേറ്റ് കമ്പോസിഷൻ ഓഫ് ഹാപ്പിനെസ്. ഇതിനെല്ലാം പുറമെ ഞങ്ങളുടെ സൂര്യ കോമഡി നൽകുന്ന ഒരു അടിപൊളി സമ്മാനവും. ഇതുകൊണ്ട് തീരുന്നില്ല, കാരണം നമ്മൾ കാണാൻ വന്നത് മറയൂർ ശർക്കരയാണ് അല്ലെ. സോ ഇവിടെ വന്നിട്ട് അതൊരു സ്പെഷ്യൽ അല്ലെ, ശർക്കര കിട്ടിയില്ലെങ്കിൽ ഇതാണ്. അപ്പൊ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഒരാളെ സ്വാഗതം ചെയ്യാണ്, നമ്മുടെ ഇവിടുത്തെ അല്ലെ, നമ്മുടെ സ്വന്തം സാരഥി ആണ്. സോ പ്ലീസ്, സോ അല്ലെ, കാരണം ഇത് സ്പെഷ്യൽ ആണ് അല്ലെ, നോർമൽ അല്ല അല്ലെ, കാരണം ഫാമ സൂചികയിലുള്ള പ്രോഡക്റ്റ് ആണ്. യെസ്, അപ്പൊ നമുക്ക് സാറ് തന്നെ കൈമാറിക്കോളൂ. നമ്മള് നേരത്തെ അവിടെ നിന്ന് ജ്യൂസ് ഉള്ള രീതിയിലേക്ക് അല്ലെ പാറ്റേൺ ആയി മാറി ഈ ടാങ്കിലാണ് വന്ന് സ്റ്റോർ കാണാൻ നിർവാഹമില്ല. പക്ഷെ ഇതിലോട്ടാണ് ഓൾറെഡി പൈപ്പിൽ എത്തുന്നത്. ഇനി എന്താ നെക്സ്റ്റ് നമ്മൾ പൈപ്പ് തുറന്നു വിടുക. നല്ല ഫ്രഷ് കരിമ്പ് ജ്യൂസ്, നല്ല കട്ടിയിലെ കുറച്ചുകൂടി ഭയങ്കര ഒരു ലീഫ് ഗ്രീൻ ഇല്ലേ കളർ. ലീഫ് ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇവിടുത്തെ കരിമ്പിന് എന്ന് പറഞ്ഞാൽ നല്ല ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് ഏറ്റവും ക്വാളിറ്റി ഉള്ള കരിമ്പാണ്. ഇവിടുത്തെ മണ്ണ് ഇതേ ക്വാളിറ്റി ഉള്ള വേളില് സുഡാനിലൊരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അത് സർക്കാർ പ്രൂഫ് ചെയ്തിട്ടുള്ള അത്രയും ഗുണകരമായിട്ടുള്ള സംഭവം. സർക്കാരും ജനവും ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ആ ടാങ്കിൽ നിന്നുള്ള ജ്യൂസ് എല്ലാം ഓൾറെഡി വന്ന് നമ്മൾ ഇതിൽ കണ്ടു കഴിഞ്ഞു അല്ലെ. ഏകദേശം 2 ടണ്ണോളം ഉള്ള ജ്യൂസാണ് ഇപ്പൊ 250 കിലോളം ശർക്കര നിർമ്മിക്കാൻ വേണ്ടിട്ട് എടുത്തുള്ളത്. അപ്പൊ എന്തായാലും ഇത് ഇനി ഫ്ലെയിം കൊടുത്ത് 2 മണിക്കൂറോളം ഇങ്ങനെ പ്രോസസ് ചെയ്തിട്ട് അവസാനം ശർക്കര ആവുന്നത്. അപ്പൊ ശർക്കര ആവാൻ വേണ്ടി അത് കാണാൻ നിങ്ങൾക്ക് ഒരു ആഗ്രഹമില്ലേ? അതിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പൊ ആ സമയത്തിനുള്ള നമുക്കൊരു കാര്യം ചെയ്യാം, അവർക്ക് പോയി ചായ ഒന്ന് കുടിച്ചിട്ട് വരട്ടെ അല്ലേ? Hey everyone, welcome back to തെക്കോടക്ക്. അങ്ങനെ നമ്മള് ശർക്കര ഇങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന സമയം കൂടിയാണ്. ബാക്ക് നല്ല രീതിയിലേക്ക് പുകയൊക്കെ വരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞു മണ്ണിൽ നിന്ന് അല്ലെ നമ്മുടെ ശർക്കരയായിട്ട് കിട്ടുന്ന ഒരു പ്രോസസ്സിൽ
ആ പ്രക്രിയ നമ്മൾ കണ്ടു, പക്ഷെ അതിന് പിന്നിലത്തെ ഒരു ടീം വർക്ക് ഉണ്ട്. സോ ആ ടീമാണ് അല്ലെ, അതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഇപ്പൊ നമ്മുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഞാൻ ചേട്ടനാണ് ഭയങ്കര എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. അപ്പൊ ചേട്ടനിൽ നിന്ന് തുടങ്ങാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് പേരെങ്ങനെയാണ്? എന്റെ പേര് റപ്പായി. റപ്പായി. ഓക്കെ. ഞങ്ങൾ എല്ലാവരും താമസിക്കുന്നത് മറയൂരാണ്. ഇവിടുത്തെ കമ്പനിയിലെ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പുള്ളിക്കാരത്തി പാക്കറ്റ് ഇടുന്ന എക്സ്പെർട്ട് ആളാണ് പുള്ളി. കമ്പനിയിലെ മെയിൻ ആള്. അതൊക്കെ പുള്ളി പാക്കറ്റ് ഇടുന്ന ആള്. പുള്ളി മാനേജ് ആയിട്ട് മുകളിലിരിക്കണ പാക്കറ്റൊക്കെ ഇടക്കാൻ ജോലിക്കൊക്കെ വന്ന് ഇറങ്ങും. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ പലക്കാരൻ പറയും കയ്യിലേക്ക് നോക്കാൻ, അത് നോക്കേണ്ടതാണ്. പിന്നെ ഞങ്ങള് കരുമ്പ് നേരൊക്കെ ആക്കി ഓടിച്ചു കൊടുക്കുന്ന ആളാ, മെഷീൻ ഓടിക്കുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് ഇതിനകത്ത്. ഞങ്ങൾ 6 പണിക്കാരുണ്ട്. 6 പേർക്ക് 6 സ്ഥിരമായിട്ട് എല്ലാവരും തന്നെ നടന്ന് പണിയണം. പിന്നെ നമ്മുടെ ശർക്കര ഉരുട്ടുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് പണിയണം. അതാണ് മെയിൻ. അപ്പൊ എല്ലാവരും വേണം. എല്ലാവരും വേണം. ശരിക്കും ഓരോന്നിനും ഓരോന്നായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ മെഷീനിൽ തുടങ്ങി ജ്യൂസ് ആയി ഇവിടെ ഫ്ലെയിമിൽ വന്ന് അത് വറ്റിക്കുന്ന വരെയുള്ളതാണെങ്കിലും ഉരുട്ടുന്ന വരെയുള്ള. പക്ഷെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടെങ്കിൽ പോലും ഉരുട്ടുന്ന സമയത്ത് മാത്രം കുറച്ച് അധികം അല്ലെ ഈ മാൻ പവർ വേണം എന്നുള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരുമിച്ച് വരിക എന്നുള്ളതാണ്. ഞങ്ങള് മറയൂർ തന്നെ ഞങ്ങള് താമസം എല്ലാവരും. ചേട്ടൻ എത്ര വർഷമായി ഈ വർക്ക് തുടങ്ങിയിട്ട്? എനിക്ക് ഒരു 40 കൊല്ലത്തെ സർവീസ്. ഈ ഒരു ശർക്കര ശരി. എല്ലാ പണിയെടുക്കും ഉണ്ട്. പുള്ളിയും ഉണ്ട് അതുപോലെ സർവീസ് ആയതാ. പുള്ളി പോയി ഇടക്കാലം കൊണ്ട് 4-10 കൊല്ലമായിട്ടുള്ള സർവീസ് ആയി. പിന്നെ ഇവര് എല്ലാരും സർവീസ് ആയവരാണ്. ഏകദേശം ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഉരുട്ടിയുള്ള എത്രത്തോളം കിലോ? ഞങ്ങള് ഇപ്പം ഇപ്പഴത്തെ എടുക്കുമ്പോ ഒരു 600 കിലോ. 600 ഒരു ദിവസം 600 കിലോ ഓടിക്കണം. അത് ശരി. അപ്പൊ എന്തായാലും എല്ലാവരും ഒരുമിച്ചുള്ള ടീം വർക്ക് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ കാണുന്ന ഈ ശർക്കര ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ശർക്കര പാക്ക് ചെയ്ത് നമ്മൾ എത്തുന്നതിൽ അല്ലെ പ്രധാനം ഒന്ന് കൊടുത്ത ചിരിയുണ്ട്. പറയൂ, എത്ര നാളെ ഇവിടുത്തെ സീനിയർ ആണെന്ന് മനസ്സിലായി. എന്താ പേരെങ്ങനെയാ ചേച്ചിയുടെ? എന്റെ പേര് അഞ്ജല. ആഞ്ചല. അതായത് വർക്കിലാണ് പവർ കാണിക്കുക, ശബ്ദത്തിൽ കുറവാണ്. എത്ര വർഷമായി ഇവിടെ? ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. അത് ശരി. ഇവിടെ തന്നെ കംപ്ലീറ്റ് പാക്ക് ചെയ്ത് ശർക്കര കവറിലെ പാക്കിങ്, ശർക്കര പൗഡർ പാക്കിങ്, ശർക്കര പാനി പാക്കിങ്, അങ്ങനെ പിന്നെ പ്രിന്റിങ്. ഏതാണ് എളുപ്പമുള്ള പണി? പാക്ക് ചെയ്ത് അവിടെ ഇരിക്കലാണോ അത് ഇതാണോ? ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ കുൽസീറ്റ് കവർ ഇത്തിരി ടൈറ്റാ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവർ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഒരാൾ ഇപ്പൊ ഇവിടുന്ന് ഓടിപ്പോയി. കാരണം അവിടെ ഇപ്പോഴും അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ സമയം നമ്മളായിട്ട് മെനക്കെടുത്തുന്നില്ല. ഇവർക്ക് ഒരുപാട് ഡ്യൂട്ടി ഉള്ളതാണ്, ജോലി ഉള്ളതാണ്. സോ ഞങ്ങൾ ശല്യപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് ബാക്കിലോട്ട് വർക്കിലോട്ട് ഓക്കെ ശരി. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം അല്ലെ നമ്മൾ ആ ജ്യൂസ് ആയ രൂപത്തിൽ ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഏകദേശം അറിയാം അതിന്റെ മെഷർമെന്റ് അല്ലെ. ആ ലെവലിൽ നിന്ന് വറ്റി കുറുകി ഈ പരിവായിട്ടുള്ള. അപ്പൊ അതിനുശേഷം ഇപ്പൊ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ സ്ക്രൂ മെല്ലെ മാറ്റി വേറൊരു നോബിലേക്ക് ഇപ്പൊ ഇതിങ്ങനെ മാറ്റുകയാണ്. ഫിൽറ്റർ ചെയ്താണ് പോകുന്നത്. ഒരു കല്ലും മണ്ണും ഒന്നും വരാതെ അത്രയും ഫിനിഷിക്കാണ്. ഈ ശർക്കര പാനി എന്ന് പറയുന്നത് ശർക്കരപ്പാനി എന്നുള്ള വേറെ സെക്ഷൻ. ഇതിൽ നിന്ന് ഈ ഫോമിന് തൊട്ട് മുമ്പുള്ളതാണ്. ഇതാണ് ശർക്കര. മറയൂർ ഉണ്ട ശർക്കര വരെയാണ്. ഉണ്ട ശർക്കര ഫോം ഇതാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഉണ്ട പിടിച്ചാണ് അതിലേക്ക് വരുന്നത്, ഉണ്ടയിലേക്ക് വരുന്നത്. ആക്ച്വലി ഓരോ സെക്ഷനിലും കൃത്യമായിട്ട് അതിന്റെ ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്, ജ്യൂസിൽ നടക്കുന്നുണ്ട്, ഇവിടെ നിന്ന് പാനീയത്തിലും നടക്കുന്നുണ്ട് അല്ലെ. ഇനി ഇവിടെ ഇതിനകത്ത് എത്ര നേരം ഇതെങ്ങനെയാണ് ഇത് തണുപ്പിച്ചെടുക്കുന്നത്? ഒരു ഹാഫ് ആൻ അവറിൽ ഇത് ഇളക്കിയിട്ട് കട്ടയാകും. കട്ടയാക്കാൻ അത് പിന്നെ ഉണ്ട പിടിക്കുക. ആൾക്കാർ ചുറ്റും ഇരുന്ന് ഉണ്ട പിടിക്കും. ഉണ്ട പിടിച്ചാണ് ആ രൂപത്തിലാകുന്നത്. അങ്ങനെ ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. രോഹ എന്ത് രസം എന്ന് പറയാ ഒരു പ്രോസസ്സ് കാണാനായിട്ട്. ഇനിയിപ്പോ ഇതിനകത്ത് എത്ര നേരം ഇങ്ങനെ വെക്കാം? നമുക്ക് നോർമലി ഒരു ശർക്കര 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് സെറ്റ് ആണ്. ശർക്കര ഉണ്ട പിടിക്കാനുള്ള അവസ്ഥയിലെത്തും.
അത് കഴിഞ്ഞ പിന്നെ ബോളായിട്ട് നമ്മൾ പിടിച്ചാണ് സാധനം കൊണ്ടൊക്കെ മാറ്റുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പൊ ഇതിന്റെ ഈർപ്പം തട്ടുകയോ അല്ലെങ്കിൽ ഇതിന്റെ പൂപ്പൽ വരാനൊക്കെ പിന്നീട് സാധ്യതയില്ല. ഇല്ല, ഈർപ്പം വരാതിരിക്കാനാണ് നമ്മള് ശരിക്കും ഈർപ്പം അബ്സോർവ് ചെയ്യുന്ന തണുപ്പ് പെട്ടെന്ന് നടക്കാനായിട്ടാണ് നമ്മൾ ഈ മാവിന്റെ പല ഇത്. ശരിക്കും നമ്മുടെ മാവിന്റെ നാട്ടിലെ ഗുണം നമുക്ക് മാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കത്തിക്കാൻ മാത്രമല്ല അത് ശവദാഹത്തിന് ഏറ്റവും കൂടുതൽ മാവ് ഉപയോഗിക്കുന്നത്. ആ മാവിന് എന്തുമാത്രം ഗുണമുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കട്ടെ. അപ്പൊ ഇത് മാവിന്റെ പല മാത്രമേ ഇത് പറ്റുള്ളൂ. അങ്ങനെ മാവിന്റെ പലയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ചെയ്യുമ്പോഴത്തേന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ചൂട് നമ്മൾ പെട്ടെന്ന് വലിക്കുന്ന സാധനവും സെറ്റ് ചെയ്യുന്നു. അത് ആ ചൂട് ആറുന്നതിന് മുമ്പ് പിടിക്കണം എന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? അത് ചൂടാറുന്നല്ല, ഒരു മിനിമം നമ്മുടെ കൈയിൽ മാനിനോട്ടാ പിടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിഷയമൊന്നുമില്ല. ഈ കൈക്കകത്ത് നമുക്ക് ഉള്ള കൈക്കുള്ള ചൂട്, ആ ചൂടിന്റെ പരുവമാകുമ്പോൾ ഇങ്ങനെ ഇളക്കി ആ ചൂട് ആ രൂപത്തിലാവുമ്പോഴത്തേക്കാണ് പിടിക്കാൻ പറ്റും. എന്നാൽ ആ സൈസ് കൃത്യം കിട്ടും. യെസ്. അപ്പൊ എന്തായാലും ഫൈനലി ഉള്ള ഈ മാവിൻ തട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്നാണ് അതിന്റെ അവസാന രൂപമാറ്റം സംഭവിക്കാൻ പോകുന്നത്. നമ്മളൊക്കെ കയ്യിൽ കിട്ടുന്ന മറയൂർ ശർക്കര ഉണ്ടായിട്ട് മാറുന്നത്. അപ്പൊ എന്തായാലും ഇത് ആറി നേരത്തെ പറഞ്ഞ ഒരു പൊടി രൂപത്തിലാവുന്നതിന് ഒരു അരമണിക്കൂറോളം സമയം എടുക്കും. അപ്പൊ എന്തായാലും ഇത് മാറിയ രൂപം അല്ലെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പോയല്ലോ. അപ്പൊ നമ്മൾ കണ്ടേക്കാൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പൊടി രൂപത്തിലായില്ലെങ്കിൽ പോലും കുറച്ചുകൂടി കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് ശർക്കര ഉണ്ട രൂപത്തിലേക്ക് ആക്കാൻ പറ്റും. ഇതൊന്ന് ടേസ്റ്റ് നോക്കിക്കോട്ടെ. ശർക്കര മുട്ടായി മറ്റേ ഉത്സവത്തിലൊക്കെ കിട്ടില്ലേ ആ ഒരു പരിവായല്ലേ, ഈ ഇങ്ങനെ നിൽക്കുന്നില്ലേ. അപ്പൊ അതേ രീതിയിലേക്ക് ശരിക്കും ഒരു മുട്ടായി പരുവത്തിൽ ഇപ്പൊ ആയിട്ടുണ്ട്. നമുക്ക് അതിനെ കുറച്ചൊന്ന് ഷേപ്പ് ആക്കാനും പറ്റും. ഇതിപ്പോഴും ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഒന്നുകൂടെ ചൂടാറി ഇത് ഒരിക്കൽ കൂടി ഒരു പൊടി രൂപത്തിലേക്ക് ആവും. എന്നിട്ടാണ് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഈ ശർക്കര ഇത് ശരിക്കും നമ്മുടെ സ്റ്റാഫിന്റെ സപ്പോർട്ടും ഈ കൂടെ നിൽക്കുന്നവരുടെ എല്ലാ സപ്പോർട്ടിലെ ചെയ്തെടുക്കാൻ പറ്റിയായിരുന്നു. ഈ നിൽക്കുന്ന സ്റ്റാഫും അവരും അധ്വാനിക്കുന്നുണ്ട്. അവരുടെ മനസ്സാണ് പുറത്തേക്ക് പോകുന്നത് മധുരമായിട്ട്. മറയൂരിന്റെ മധുരം കടൽ കടന്നുള്ള ഇതാണ്. അങ്ങനെ കടൽ കടന്ന് എത്തിപ്പോകുന്ന അല്ലെ ആ ഒരു മഹിമ അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമുള്ള ഒരു ഉണ്ട ശർക്കര ഓൾറെഡി എത്തിയിട്ടുണ്ട്. രാവിലെ കരിമ്പ് തോട്ടത്തിൽ നിന്ന് കരിമ്പ് കണ്ട് അതിപ്പോ ഇങ്ങനെ ഈ ഒരു രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ആ കാഴ്ച നല്ല രസമായിരുന്നു. അതെ. അപ്പൊ എന്തായാലും മറയൂർ വരുന്ന സമയത്ത് കൂടുതലും വാങ്ങാനാണ് കൂടുതലും അല്ലെ ആഗ്രഹിക്കാറുള്ളത്. പക്ഷെ അതിന് അപ്പുറത്തേക്ക് ഇതിന്റെ ഒരു പ്രോസസ്സൊക്കെ കണ്ട് ഇവിടെ വന്ന് ഇത് ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ളതിന്റെ കുറച്ചൊരു അറിവും കൂടിയാണ് അല്ലെ. ഐ മീൻ യെസ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് കഴിച്ചു നോക്കുന്നോ? അത് എടുത്തിട്ടുണ്ടല്ലോ, ഞാൻ വേണമെങ്കിൽ കുറച്ചെടുക്കാം. യെസ്. അപ്പൊ ഓക്കെ, ഇവിടെ തൊട്ടാലോ. സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ കർഷകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക് നേരിട്ട് എത്തിക്കുക എന്നുള്ളത്. അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഇദ്ദേഹം. കാരണം ഇദ്ദേഹം തന്നെ കർഷകനാണ്, ഉൽപാദകനാണ്, ഒപ്പം തന്നെ ഇടനിലക്കാരനാണ്. കാരണം ഒരു ഔട്ട്ലെറ്റ് ഒക്കെ ഇട്ട് നേരിട്ട് കസ്റ്റമേഴ്സിന് വാങ്ങാൻ പറ്റും സംവിധാനം. ഇത് കറക്റ്റ് പ്രോസസ് പോലെ ഉണ്ടല്ലേ. വലിയൊരു സംതൃപ്തി നൽകുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ഉത്പാദിപ്പിക്കുന്ന സാധനം തന്നെ നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുക. അത് ശരിക്കും ഗുണമേന്മയോട് എത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം ഇതിന്റെ മോഡലും ചേട്ടൻ തന്നെയാണ്. പലരും ചേട്ടന്റെ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത്. ഞാൻ തന്നെയാണ് അതിന്റെ ഉറപ്പ്. അത് ഉറപ്പെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ ലേഡി സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം നമ്മൾ സപ്ലൈ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഔട്ട്ലെറ്റ് ഇവിടെ വരുന്നവർക്ക് കണ്ടു ബോധ്യപ്പെട്ട് ഇവിടെ തന്നെ വാങ്ങിച്ചു പോകാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ശരിക്കും ഈ ഭൗമസൂചികയുള്ളത് എല്ലായിടത്തും ഇത് അവൈലബിൾ അല്ലാത്തതുണ്ട്. ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത് ഇവിടുത്തെ കർഷകർക്ക് തന്നിരിക്കുന്ന ഗവൺമെന്റ് തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് GST ഭൗമസൂചിക പദവി തന്നിരിക്കുന്നത്. അതിന്റെ ഹോളിഗ്രാം സ്റ്റിക്കർ ഉണ്ട്. ആ ഹോളിഗ്രാം സ്റ്റിക്കർ ഇതാണ് ഹോളിഗ്രാം സ്റ്റിക്കർ വരുന്നത്. ഇതാണ് ഈ ഹോളിഗ്രാം സ്റ്റിക്കർ എന്ന് പറയുന്ന സംഭവം കാണുന്നത്. അപ്പം ഈ സ്റ്റിക്കർ തന്നെയാണ് ഇവിടെ നമ്മൾ വെച്ച് തന്നെയാണ് ഇവിടെ വിൽക്ക നടത്തുന്നത്. ഇപ്പൊ നമ്മള് സാധാരണ രീതിയിൽ ഈ ശർക്കര വരുമ്പോ നമുക്ക് വരുമ്പോ ഈ അച്ചെത്തന രൂപത്തിലാണ് അല്ലെ. ഇപ്പൊ ഇവിടെ ഉണ്ടകളാണ്, പിന്നെ പൊടിയായിട്ടാണെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ ശരിക്കും അങ്ങനത്തെ രീതിയിൽ അച്ച നമ്മുടെ വടക്കൻ ജില്ലകളിൽ മൊത്തം അച്ചായിട്ടാണ് പഴച്ചാണ്. അത് ശരിക്കും നമ്മള് കർണാടകയിൽ നിന്നൊക്കെയാണ് അത് വരുന്നത്. കർണാടക, തമിഴ്നാട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അച്ചായിട്ട് വരും. നമ്മുടെ ഈ കിഴക്കൻ മേഖലയിൽ കംപ്ലീറ്റ് ബോളായിട്ടാണ് ഇത് പോകുന്നത്. ബോൾ രൂപത്തിലാണ് ഈ സാധനം പോകുന്നത്. ബോൾ രൂപത്തിലുള്ള ഉണ്ട ശർക്കര എന്നുള്ള രീതിയിലാണ് പോകുന്നത്. സാധനമല്ല ഒന്ന് തന്നെ അങ്ങനെ രണ്ട് ഫോമിലേക്ക് മാറ്റാം. ശർക്കരയുടെ എന്തൊക്കെ വേരിയൻസ് ശരിക്കും നമുക്ക് ഇവിടെ സ്പൈസ് ഏലക്ക ചേർന്ന ശർക്കര ഉണ്ട്. പിന്നെ ശർക്കര പാനിയുണ്ട്. ശർക്കര കൊണ്ടുള്ള അലുവയുണ്ട്. ശർക്കര കൊണ്ടുള്ള നമുക്ക് കാണാം. ശർക്കര കഴിക്കാം, ജ്യൂസും കുടിക്കാം. ശർക്കര ജ്യൂസ്, കരിപ്പൻ ജ്യൂസ് ഉണ്ട്. പിന്നെ കരിപ്പെട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാം കാണാം. ശരിക്കും തോന്നുന്നു ഇതിന്റെ ഉത്പാദനത്തിന്റെ ഒപ്പം തന്നെ ഇത് യാതൊരു കൂട്ടുപിടിച്ചിട്ട് മാറ്റങ്ങൾ വരുന്നു, അപ്ഡേഷൻസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പൊ അപ്ഡേഷൻ ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം നമുക്കിപ്പോ ഈ
ഈ പുതിയ ട്രെയർ എന്ന് പറഞ്ഞാൽ നമ്മള് കലകാലങ്ങളായിട്ട് പഴയ കാലങ്ങളായിട്ട് എല്ലായിടത്തും കണ്ടുവരുന്ന നമുക്ക് ട്രെയർ ഇല്ലാതെ ഉണക്കി ഇപ്പം ഈ ചക്കെല്ലാം ഉണക്കി നമുക്കതിലേക്ക് വന്ന് മറ്റേ അടുപ്പിലേക്ക് തന്നെ ഡയറക്റ്റ് കയറുന്ന ശരിക്കും പ്രൊഡക്ഷൻ കുറച്ചുകൂടി തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ കൂടും. അപ്പൊ അത്ര ശുദ്ധമായിട്ട് ആ പ്ലാന്റ് നല്ല വൃത്തിയായിട്ട് തന്നെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആകട്ടെ. എത്ര പ്രൊഡക്ഷൻ കൂടിയാലും ആ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ അല്ലെ നോ കോംപ്രമൈസ്, ഒരു കോംപ്രമൈസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേട്ടുകേൾവിയുള്ള മറയൂർ ശർക്കരയെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് പറയാനും മനസ്സിലാക്കി തരാനും കാണാനും കഴിക്കാനും ഒക്കെ അവസരം സാധിച്ചു. അത് വലിയൊരു അനുഭവം തന്നെയായിരുന്നു. സോ ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടാ ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിൽ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ അല്ലെ, ഒരുപാട് സന്തോഷം. അങ്ങനെ മറയൂരിലെ ശർക്കര വിശേഷങ്ങൾ തേടി അല്ലെ തലസ്ഥാന നഗരിയിൽ നിന്ന് എത്തിയ കുറച്ച് പേരാണ് നമുക്ക് ഒപ്പം ഉള്ളത്. സോ നമസ്കാരം. യെസ്, നമസ്കാരം പല സമയത്താണ്. നമസ്കാരത്തിന്റെ ഒപ്പം ഒന്ന് പരിചയപ്പെടുത്തി എല്ലാവരും ഒന്ന് പേര് പറഞ്ഞ് ആദ്യം പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് അസ്ന, സ്ഥലം ട്രിവാൻഡ്രമാണ്. ഇത് എന്റെ ഫാമിലി, എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ്. എന്റെ പേര് ഷാൻ. ഇതെന്റെ ചേച്ചിയാണ്. മൈക്ക് ഇവിടെ വരണം. ഇതെന്റെ ചേച്ചി സഹോദരിയ. അത് ചേച്ചിയുടെ മോൻ. എന്റെ ചേട്ടന്റെ വൈഫാ, ചേട്ടൻ, മക്കൾസ്. അടിപൊളി. ടീച്ചർ എങ്ങാനാണോ ഇത്? കറക്റ്റ് ക്ലാസ്സിലെ ടീച്ചർ അല്ലെ? ക്ലാസ് എടുക്കുന്ന പോലെ പറയുന്നുണ്ടല്ലോ. അല്ല, എന്ത് ചെയ്യുന്നേ? ഞാൻ പഠിക്കുവാണ്. ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന കോഴ്സ് ചെയ്യുവാണ്. പറ്റിയ ആളാ. നിങ്ങളിൽ ആരുടെ സജഷൻ ആയിരുന്നു ശരിക്കും ഇവിടെ? അതോ താങ്കളുടെ തന്നെയായിരുന്നു ഇവിടെ മറയൂർ വരണം എന്നുള്ളത്? ആരുടെ ആയിരുന്നു? അല്ല, എന്റെ സഹോദരങ്ങൾ തന്നെയാണ് ചൂസ് ചെയ്തത്. അല്ല, എന്തുകൊണ്ട് മറയൂർ? മറയൂര് എന്ന് പറയുമ്പോ ഇപ്പൊ ശർക്കര ഫാക്ടറി, അങ്ങനെ ചന്ദന തോപ്പ്, അതെല്ലാം കാണാം. ഓക്കെ, അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെല്ലാം ഒരുമിച്ച് പോവാം എന്നുള്ളത് അല്ലെ? ഈ പൊതുവെ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ വീട്ടിൽ നന്നായിട്ട് ഡിസിഷൻ എടുക്കുന്ന ആളും സംസാരിക്കുന്ന ആളൊക്കെ പുള്ളിക്കാരിയാണോ? ആണ്. അനിയത്തി വരച്ച വരയിലാണ് ചേട്ടന്മാരെല്ലാവരും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നിങ്ങൾ അങ്ങനെ വെറുതെ ട്രിവാൻഡ്രത്തേക്ക് ഞങ്ങൾ പറഞ്ഞു വിടില്ല. ഞങ്ങൾ കുറച്ച് സമ്മാനങ്ങളൊക്കെ തന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞു വിടും എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളോട് സഹകരിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ചോദ്യമായിട്ട് അമീൻ വരും. അപ്പൊ അത് കണ്ട് അപ്പോ അതിലൊരു പിക്ചർ വരും. അപ്പൊ ആ പിക്ചറിൽ ഒളിഞ്ഞിരിക്കുന്ന ആളെ കണ്ടുപിടിക്കണം അല്ലെ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഈ ഒരു ഫോട്ടോ എല്ലാരെയും കാണിക്കാം. ഇതിനകത്ത് ഒരു താരം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു ക്ലൂ തരാം. മലയാള സിനിമയിൽ ഒരു താരം ഒളിഞ്ഞിരിപ്പുണ്ട്. അതാരാണ്? അങ്ങോട്ട് ഞാൻ പാസ് ചെയ്യാം. ഫീമെയിൽ ലുക്കാണ് നമുക്ക് കാണാൻ പറ്റുക. ഒരു മെയിൽ ആക്ടർ മലയാളത്തിലെ ഫോൺ ഒന്ന് വേണമെങ്കിൽ നോക്കിക്കോ. അങ്ങോട്ട് പാസ് ചെയ്തു. മലയാളത്തിലെ ഒരു പ്രിയപ്പെട്ട ആക്ടർ ആണെങ്കിലും ആള് പാട്ടിന്റെ കാര്യത്തിലൊക്കെ മുൻപന്തിയിലാണ്. മലയാളത്തിലെ യുവതാരമാണ്. അതെ. ഏത് ഭാഗമാണ് പൃഥ്വിരാജ്? മൈക്കിൽ മാക്സിമം ഉത്തരം. മൈക്കിൽ ഓപ്ഷൻ തരാൻ പറ്റുമോ? ഓപ്ഷൻ ക്ലൂ എത്രത്തോളം ക്ലൂ തരുന്നുണ്ട് അല്ലേ? മൈക്കിൽ പറയണേ. ഒരു പക്ഷെ മലയാളത്തിലെ പാട്ടുകൾ എന്ന് പറയുമ്പോ റാപ്പ് സോങ്ങിലും ആള് കുറച്ച് കിടലിനാണ്. ഇതിലും വലിയ ക്ലൂ വേറെ തരാനില്ല. മലയാളത്തിൽ ഒരു ആക്ടർ റാപ്പ് സോങ്ങിലും കൂടി കിടുന്നത്. നീരജ് മാധവ് റാപ്പിലുണ്ടോ? നീരജ് മാധവനെ പോലെ തോന്നുന്നുണ്ടോ? അത് ഫേസിലുണ്ടോ? മൈക്കിൽ ഒന്ന് പറഞ്ഞേ. പേര് കേട്ടില്ല. നീരജ് മാധവനെ പോലെ തോന്നുന്നുണ്ട്. തെറ്റിയെ പോയി. ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല. നീരജ് മാധവ് റാപ്പിലുണ്ടോ? റാപ്പ് സോങ് ചെയ്യാറുണ്ടോ? നീരജ് അതിപ്പോ എന്താ പെട്ടെന്ന് നോക്കിയപ്പോ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് ഫീമെയിൽ ഏത് ആർട്ടിസ്റ്റാണ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് സൗന്ദര്യം ആസ്വദിച്ചിരിക്കുകയായിരുന്നു അവിടെ. നീരജ് മാധവ്. അങ്ങനെ മറയൂർ വന്നിട്ട് മറയൂർ ശർക്കര മാത്രമല്ല തലസ്ഥാനത്തേക്ക് കുറെ ഗിഫ്റ്റ് ആയിട്ട് സൂര്യ കോമഡിയുടെ അല്ലെ ഗിഫ്റ്റ് ആയിട്ട് പോകാൻ പോവാണ്. ആദ്യം തന്നെ 100% വസ്ത്രങ്ങൾക്ക് പിടിച്ചോളൂ. ആദ്യം തന്നെ 100% വസ്ത്രങ്ങൾക്കും കൈകൾക്കും സുരക്ഷിതം നൽകുന്ന സൂര്യ വാഷിംഗ് സോപ്പ് 100% വെജിറ്റബിൾ ഓയിലിൽ നിർമ്മിച്ചത്. പാസ് ചെയ്തോളൂ. അങ്ങോട്ടും ഉത്തരം പറഞ്ഞ ആൾ കറക്റ്റ് ആയിട്ട് പാസ് ചെയ്തോളൂ. അടുത്തത് ഒയസ്കോ ഫ്രൈഡ് ചിക്കൻ മസാല കിറ്റ്. വൈവിധ്യമാർന്ന രുചികൾക്ക് ഒയസ്കോ നൽകുന്ന നല്ലൊരു സമ്മാനം. നെക്സ്റ്റ്, മാമിയ വെൽനസ് ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾക്ക് മാമിയ വെൽനസ് കമ്പനി ദ ആക്യുറേറ്റ് കോമ്പോസിഷൻ ഓഫ് ഹാപ്പിനെസിന്റെ ഒരു സമ്മാനം. ഇതിനെല്ലാം ഉപരിയായി ഉത്തരം പറഞ്ഞ ആൾ നീങ്ങി നിൽക്കണം. കയറി നിന്നെ ഒരുമിച്ച് പിടിച്ച് അല്ലല്ലോ ഒരുമിച്ച് പിടിക്കുക. ഉത്തരം പറഞ്ഞ ആൾക്ക് സൂര്യ കോമഡിയുടെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ കാണാം. ഓക്കെ, ബൈ.